നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ സംഘർഷം രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടെ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി ട്രംപും ഇറാനും തമ്മിൽ യുദ്ധസമാനമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോള എണ്ണ വിതരണത്തിൻ്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഈ രണ്ടാം ആഴ്ചയിലേക്ക് കടന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഹോർമൂസ് പിടിച്ചെടുക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണി, ആ ഭീഷണിക്ക് പിന്നാലെ 1 ലിറ്റർ എണ്ണ പോലും പുറത്തു പോകില്ല എന്ന് തിരിച്ചടിച്ച് ഇറാനും കട്ടയ്ക്ക് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ആക്രമണങ്ങൾ തുടർന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 1 ലിറ്റർ എണ്ണ പോലും കയറ്റി അയക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി വന്നു മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാൻ്റെ പ്രതികരണം. ഇക്കഴിഞ്ഞ ദിവസം CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആഗോള എണ്ണ പ്രവാഹത്തിൽ ഇറാൻ ഇടപെട്ടാൽ അത് ഇറാൻ്റെ അന്ത്യമായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം പ്രയോഗിച്ചു കഴിഞ്ഞു അവർ. ഇനി എന്തെങ്കിലും തമാശയ്ക്ക് അവർ ശ്രമിച്ചാൽ അത് ആ രാജ്യത്തിൻ്റെ അന്ത്യമായിരിക്കും. പിന്നീട് ആ പേര് പോലും ആരും കേൾക്കില്ല. ഇതാണ് ട്രംപ് പറഞ്ഞത്. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ തുറന്നു കിടക്കുകയാണെന്നും അത് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മുൻപ് ഇറാൻ കടലിടുക്ക് വഴിയുള്ള എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്തിയാൽ 20 മടങ്ങ് കൂടുതൽ ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിരുന്നാലും ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾ ഇറാനെ പിന്തിരിപ്പിച്ചില്ല. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾ തുടർന്നാൽ മേഖലയിൽ നിന്ന് എണ്ണ പുറത്തു പോകാൻ അനുവദിക്കില്ല എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ചൊവ്വാഴ്ച വ്യക്തമാക്കി. ഇറാനും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സയണിസ്റ്റ് ഭരണകൂടവും നടത്തുന്ന ആക്രമണം തുടർന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സായുധ സേന കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മേഖലയിൽ നിന്ന് ശത്രുപക്ഷത്തേക്കും അതിൻ്റെ പങ്കാളികളിലേക്കും 1 ലിറ്റർ എണ്ണ പോലും കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് IRGC നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഒമാനും ഇറാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് ആഗോള ഊർജ്ജ വിപണികൾക്ക് എന്നും ഒരു സുപ്രധാന ഗതാഗത മാർഗമാണ്. സംഘർഷം കാരണം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം ഇപ്പോൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് ആഗോള എണ്ണ പ്രവാഹത്തെ തടസ്സപ്പെടുത്തി. മാത്രമല്ല, ക്രൂഡ് ഓയിൽ വില ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. വിതരണത്തിൽ ദീർഘകാല തടസ്സമുണ്ടാകുന്ന ഭയത്താൽ തിങ്കളാഴ്ച തന്നെ ഈ വില ബാരലിന് ഏകദേശം $120 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി തുടർന്നാൽ ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെ മിക്ക രാജ്യങ്ങളിലെയും ഊർജ്ജ മേഖലയെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പോലും ഇപ്പോൾ LPG ഗ്യാസ് നമുക്ക് കിട്ടാക്കനിയായി ഇല്ലേ. ഇപ്പോൾ നമ്മൾ 2 കുറ്റി സിലിണ്ടർ ഉള്ളവർ 1 സിലിണ്ടർ എടുത്ത് 21 ദിവസമാകാതെ ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വിളിക്കാൻ കോൾ കിട്ടത്തില്ല. ആ രീതിക്കാണ്. അതുമാത്രമല്ല, ഗാർഹിക ഉപയോഗത്തിനാണ് ഇപ്പോൾ ഗ്യാസ്. പതുക്കെ വാണിജ്യ ഉപയോഗം ഉള്ള, അതായത് ഹോട്ടൽ മേഖലകൾ പലതും പൂട്ടിത്തുടങ്ങി. കാരണം അവർക്ക് ഗ്യാസ് കുറ്റി ലഭിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടേറി തുടങ്ങി എന്ന രീതിയിൽ വന്നു. മാത്രമല്ല, ഇനി കുറച്ചുകൂടി ഇത് രൂക്ഷമാകുകയാണെങ്കിൽ, സ്ഥിതിവിശേഷം മാറുകയാണെങ്കിൽ തീർച്ചയായും ഹോട്ടലുകൾക്ക് ഈ ഗ്യാസ് കൊടുക്കുന്ന പരിപാടി നിർത്തും. മാത്രമല്ല, അപ്പോൾ നിരവധി ഹോട്ടലുകളാണ് അടയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണെങ്കിൽ സ്കൂളിലും കോളേജിനും എല്ലാം അവധി കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ഗ്യാസിൻ്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനായിട്ടാണ്. അപ്പോൾ മിക്ക രാജ്യങ്ങളിലും, നമ്മുടെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും എല്ലായിടത്തും ഇതുപോലെ ഊർജ്ജ പ്രതിസന്ധി വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. നമ്മുടെ ഭാരത സർക്കാർ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഇനി ഏതാനും 80-85 ദിവസത്തോളമുള്ള പെട്രോളായാലും ഡീസലായാലും ബാധകമായാലും എല്ലാം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായ രീതിയിൽ ഹോർമൂസ് കടലിടുക്ക് വഴി വരാതിരുന്നാൽ അത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയിലോട്ട് കടത്തിവിടും. ഇപ്പോൾ തന്നെ നിലവിൽ ചില ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല, റഷ്യയിൽ നിന്നും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കി അല്ലാതെ ഉള്ള രീതിയിൽ ഇവിടെ എത്തുമ്പോൾ അത് കാലതാമസം എടുക്കാനും വില കൂടുവാനും ഒക്കെ ഉള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം ഇറാൻ വിട്ടുകൊടുത്തില്ല എങ്കിൽ
അല്ലെങ്കിൽ US ട്രംപ് ആ ഹോർമോസ് കടലിടുക്ക് പിടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും, അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും അത് ലോകത്തെ ആകമാനം ഊർജ്ജ പ്രതിസന്ധിക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അടിയും അടിതടയുമായി ഇത് പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ട്രംപ് വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഒറ്റ രാത്രി കൊണ്ടോ 4 ദിവസം കൊണ്ടോ അവസാനിപ്പിക്കാം എന്നുള്ള ഒരു യുദ്ധമായി തുടങ്ങിയെങ്കിലും ഇപ്പോൾ തീർച്ചയായിട്ടും ഇറാനും അതിന് അനുസൃതമായ രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ എവിടെയാണോ ഒരു ബോംബ് വീഴുന്നത്, അതേപോലെ ഗൾഫിലെ മറ്റ് കൺട്രീസിൽ, അമേരിക്കയുടെ സാന്നിധ്യമുള്ള ഗൾഫിലെ മറ്റു കൺട്രീസിൽ അതേപോലെ എണ്ണപ്പാടമെങ്കിൽ എണ്ണപ്പാടം, അതുപോലെ എവിടെയാണോ അങ്ങനെ ആ രീതിയിൽ ഇറാനും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തിരിച്ചടിക്കുന്നുണ്ട്. എന്നാൽ ഇതെവിടെ പോയി നിൽക്കും എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ അമേരിക്കയോ ഇസ്രായേലോ ഒറ്റ രാത്രി വിചാരിച്ചാൽ ഇറാനെ നാമാവശേഷമാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിലും എടുത്തു ചാടി അങ്ങനെ ഒരു ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ കഴിയില്ല. മാത്രമല്ല അത് അനുവദനീയവുമല്ല. അപ്പോൾ തന്നെ ഒറ്റ രാത്രി കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞാലും ഈ ചില യുദ്ധങ്ങൾക്ക് ചില അതിൻ്റെതായ രീതികളുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ രാസായുധമോ ജൈവായുധമോ അണുവായുധമോ ഒന്നും ഒരു ട്രംപിനല്ല ആർക്കായാലും എടുത്ത് പെട്ടെന്നൊന്നും പ്രയോഗിക്കാൻ കഴിയില്ല. അത് ലോകത്തെ മുഴുവൻ ശത്രുവാക്കുക മാത്രമല്ല, അവർക്കെതിരെ കർശനമായ നടപടികളും വരും. ലോകം മുഴുവൻ അമേരിക്കയ്ക്കെതിരെ തിരിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കണക്കിന് യുദ്ധം പോവുകയാണെങ്കിൽ അത് ഇറാൻ എത്രത്തോളം പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ്റെ ആക്രമണം ഇതുപോലെ പ്രത്യാക്രമണമായി തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയാനും, ഒരുപക്ഷെ തിരിയാനെന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നല്ല, പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ആ സൗഹൃദം അത് ഒരു അവിശ്വസനീയമായ രീതിയിൽ അവർ അതിൽ നിന്നും പിന്തിരിയാനോ അല്ലെങ്കിൽ അമേരിക്കയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനോ അവർ ചിന്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിപ്പോൾ അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാനെ അങ്ങോട്ട് പോയി ആക്രമിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാനെ കൈപിടിച്ച് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് അമേരിക്ക ചെയ്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അമേരിക്കയെ ഈ ഗൾഫിലെ രാജ്യങ്ങൾ തങ്ങളുടെ സഹോദരങ്ങളായ മുസ്ലിം ഇസ്ലാം മത വിശ്വാസികളായ ഈ ഇറാനെതിരെ ഇങ്ങനെ പോരാടിയപ്പോൾ ഇത് അമേരിക്ക വരുത്തിവെച്ച യുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കിട്ടുന്ന അടി അമേരിക്കയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും മനസ്സിലാക്കിയ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ മാനസികമായി അമേരിക്കയെ സംശയത്തിൻ്റെ നിഴലിൽ, അല്ലെങ്കിൽ ഒരു ശത്രുസ്ഥാനത്തേക്ക് പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണാതിരിക്കുന്നില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.